الحمد لله الذي خلق الزوجين الذكر والأنثى من نطفة إذا تمنى أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدا عبد الله ورسوله وخيرته من خلقه صلى الله عليه وعلى آله وصحبه وأتباعه إلى يوم الدين وسلم تسليما كثيرا أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. പടച്ച തമ്പുരാൻ നമുക്കേവർക്കും അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളിൽ ധാരാളം ജീവജാലങ്ങൾ ജീവിക്കുന്നത് അവയുടെ ഭക്ഷണത്തിന് ആവശ്യമുള്ള ഗോഡൗണുകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ലാതെയാണ്. അതിനോടൊപ്പം നാളത്തേക്ക് വേണ്ടി എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും എന്ന യാതൊരു പ്രയാസവും അവർക്കില്ലതാനും. ഭാവിയെക്കുറിച്ച് റിസ്ക് എങ്ങനെ ലഭിക്കുമെന്ന വിഷയത്തിൽ അവർക്കാർക്കും ഒരു ഭയപ്പാടുമില്ല. കാരണം എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവ് അള്ളാഹുവാകുന്നു. അവൻ അറിയിച്ചത് ഇപ്രകാരമാണ്: വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. സൂറത്ത് ഹൂദിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഭൂമിയിലുള്ള ഒരു ജീവജന്തുവും തന്നെ അവയുടെ ഉപജീവനം അഥവാ ആഹാരം അള്ളാഹുവിൻ്റെ മേൽ ബാധ്യത ഇല്ലാതെയില്ല എന്ന് പറഞ്ഞാൽ പടച്ചതമ്പുരാൻ അവയുടെ അന്നത്തിൻ്റെ ബാധ്യത ഏറ്റെടുത്തിരിക്കുന്നു. അവയുടെ വാസസ്ഥലവും അവയുടെ സൂക്ഷിപ്പ് സ്ഥാനവും അവൻ അറിയുകയും ചെയ്യുന്നു. എല്ലാം തന്നെ സ്പഷ്ടമായ ഒരു രേഖാഗ്രന്ഥത്തിലുണ്ട് എന്ന് അള്ളാഹു തആല പറയുകയാണ്. സൂറത്ത് ദാരിയാത്തിൽ അള്ളാഹു പറഞ്ഞു, വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ. ആകാശത്തിൽ നിങ്ങളുടെ ആഹാരവും ഉപജീവന മാർഗവും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നതും ഉണ്ട് എന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞു. സൂറത്ത് റൂമിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു മിൻ ദാലികും മിൻ ഷൈ. നിങ്ങളെ സൃഷ്ടിച്ച് പിന്നീട് നിങ്ങൾക്ക് ഉപജീവനവും തന്ന് പിന്നീട് നിങ്ങളെ മരണപ്പെടുത്തുകയും പിന്നെ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യുന്നവനത്രേ അള്ളാഹു. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന വല്ലവരും നിങ്ങളുടെ പങ്കുകാരിൽ ആരാധ്യരിലുണ്ടോ എന്ന് അള്ളാഹു തആല ചോദിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സമുദായം ഒന്നടങ്കം ഒരുമിച്ച് കൂടിയിട്ട് അതിലെ കോടതിയും ഇതിലെ ഭരണാധിവർഗവും ഇതിലെ സൈന്യങ്ങളും അതുപോലെ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു മനുഷ്യൻ്റെ റിസ്ക് തടസ്സപ്പെടുത്താൻ തീരുമാനിച്ചാൽ അവർക്കതിന് സാധിക്കില്ല. അള്ളാഹു വിധിച്ചതല്ലാതെ അവർക്കതൊന്നും ചെയ്യാൻ കഴിയില്ല. പടച്ചതമ്പുരാൻ്റെ തീരുമാനം അതിൻ്റെ മീതെയാണ്. അല്ലാഹു തആല സൂറത്ത് യൂനിസിലെ 107 പറയുന്നു, വഇൻ യുരിദ്ക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫളിഹി. അവൻ നിനക്ക് വല്ല നന്മയും ഉദ്ദേശിക്കുന്നുവെങ്കിലോ അവൻ്റെ ദയയിനെ അഥവാ അനുഗ്രഹത്തെ തട്ടിക്കളയുന്നവനില്ല എന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റൂഹൽ ഖുദ്സ് നഫസ ഫീ റൂഇ.
അന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തക്മില അജലഹാ വതസ്തൗഇബ റിസ്ഖഹാ ഫത്തഖുല്ലാഹ വജ്മിലൂ ഫിത്തലബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തീർച്ചയായിട്ടും റൂഹുൽ ഖുദ്സ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് വഹി നൽകിയിരിക്കുന്നു, എൻ്റെ ഖൽബിലേക്ക് ഇട്ട് തന്നിരിക്കുന്നു. എന്താണ്? അന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തക്മില അജലഹാ വതസ്തൗഇബ റിസ്ഖഹാ. ഒരു മനുഷ്യനും അവൻ്റെ അവധിയെത്താതെ മരണപ്പെടുകയില്ലെന്നും അവൻ്റെ റിസ്ക് പൂർണ്ണമാക്കാതെ പോവുകയില്ലെന്നും അള്ളാഹു തൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ വഹി നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലേക്ക് ഇട്ടുകൊടുത്തു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? ഒരു മനുഷ്യൻ്റെ റിസ്ക് അത് അള്ളാഹുവിൻ്റെ കൈവശമാണ്. അള്ളാഹുവിൻ്റെ കൈവശമാണ് അവൻ്റെ റിസ്ക്. അള്ളാഹുവാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. റിസ്ക് നൽകുന്നവൻ പടച്ചവനാണ്. വേറൊരാൾക്കും അത് കൊടുക്കാനോ എടുക്കാനോ തടയാനോ സാധിക്കില്ല. അള്ളാഹുവിൻ്റെ തീരുമാനത്തിനപ്പുറം ഒന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല വിശാലനാണ്. അവൻ എല്ലാവർക്കും റിസ്ക് കൊടുക്കുന്നവനാണ്. അവനുദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നിർവഹിക്കുന്നു. സൂറത്ത് നഹ്ലിൽ 96 പടച്ചതമ്പുരാൻ പറഞ്ഞു, മാ ഇൻദകും യംഫദു വമാ ഇൻദല്ലാഹി ബാഖിൻ. നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകുന്നതാകുന്നു, അള്ളാഹുവിങ്കലുള്ളതാകട്ടെ ശേഷിക്കുന്നതുമാകുന്നു എന്ന് പ്രവാചകൻ എന്ന് ഖുർആൻ നമ്മളെ അറിയിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു തആല പറഞ്ഞതായി നമ്മോട് പറഞ്ഞത്, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ ഫസഅലൂനി ഫഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹ്റ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അറിയിച്ചത്, ഓ എൻ്റെ അടിയാറുകളെ, നിങ്ങളിൽ ആദ്യാവസാനമുള്ള മുഴുവനും എല്ലാ മനുഷ്യരും എല്ലാ ഭൂതവർഗവും എല്ലാവരും കൂടി ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി എന്നോട് ചോദിക്കുന്നു, ആ ചോദിച്ച മുഴുവൻ ആളുകൾക്കും ചോദിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ നൽകിയാലും എൻ്റെ അടുക്കലുള്ള ഖജനാവിൽ നിന്ന് ഒന്നുപോലും കുറയുന്നില്ല. ഒരു സമുദ്രത്തിൽ ഒരു സൂചി മുക്കിയാൽ എത്രയാണോ അതിൽ കുറവ് സംഭവിക്കുക അതുപോലെയല്ലാതെ എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതെ, അല്ലാഹു റിസ്ക് അവൻ ഏറ്റെടുത്തിരിക്കുന്നു. അവൻ്റെ ഖജനാവ് വിശാലമാണ്. അതൊരിക്കലും കുറഞ്ഞു പോകില്ല, അതൊരിക്കലും തീർന്നു പോകില്ല, അതൊരിക്കലും കാലിയാകില്ല. അതാണ് പടച്ചവൻ പറഞ്ഞത്, മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖിൻ. നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകുന്നതാണ്, പക്ഷേ അല്ലാഹുവിൻ്റെ അടുക്കലുള്ളതാകട്ടെ അത് ശേഷിക്കുന്നതുമാകുന്നു എന്ന് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞു, ലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർളി വലാകിൻ യുനസ്സലു ബിഖദരി മാ യശാഉ ഇന്നഹു ബിഇബാദിഹി ഖബീറും ബസീർ. സൂറത്ത് ശൂറ 27-ാമത്തെ ആയത്തിൽ പടച്ചവൻ പറയുകയാണ്, അല്ലാഹു അവൻ്റെ അടിയാന്മാർക്ക് ഉപജീവനം അഥവാ ആഹാരം വിശാലമാക്കി കൊടുത്തിരുന്നുവെങ്കിൽ അവർ ഭൂമിയിൽ അതിക്രമം നടത്തുമായിരുന്നു. പക്ഷേ അവൻ തരാൻ ഉദ്ദേശിക്കുന്ന ഒരു തോത് വ്യവസ്ഥയനുസരിച്ച് ഇറക്കി കൊടുക്കുകയാണ്. നിശ്ചയമായും അവൻ തൻ്റെ അടിയാന്മാരെ പറ്റി സൂക്ഷ്മജ്ഞാനിയും കണ്ടറിയുന്നവരുമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹിയോട് ചോദിക്കപ്പെട്ടു, ഈ ദുനിയാവിൽ അങ്ങ് വിരക്തനാകാനുള്ളതിൻ്റെ രഹസ്യം എന്താണ്? ഈ ദുനിയാവിൽ അങ്ങ് സാഹിദായി ജീവിക്കാൻ, വിരക്തനായിക്കൊണ്ട് ജീവിക്കാനുള്ള രഹസ്യം എന്താണ്? അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽപ്പെട്ട ഒന്ന്, വഅലിംതു അന്ന റിസ്ഖി ലാ യദ്ഹബു ഇലാ ഗൈരി ഫതുമഇന്ന ഖൽബി. അദ്ദേഹം പറയുകയാണ്, ഞാൻ മനസ്സിലാക്കി എൻ്റെ ഉപജീവനം
എനിക്ക് അല്ലാഹു തആല കണക്കാക്കിയിട്ടുള്ള റിസ്ക്, എൻ്റെ ആഹാരം, എൻ്റെ അന്നം അത് മറ്റൊരാളിലേക്ക് പോകില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം ശാന്തമായിരിക്കുന്നു, സ്വസ്ഥമായി സമാധാനമായിരിക്കുന്നു. എനിക്കാ ബേജാറില്ല. എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടും, അത് വേറൊരാളിലേക്ക് നീങ്ങിപ്പോകില്ല. പടച്ചവൻ എന്താണോ എനിക്ക് വേണ്ടി കണക്കാക്കിയത് അത് എനിക്ക് കിട്ടുമെന്നും അത് മറ്റൊരാളിലേക്ക് പോകില്ലെന്നും ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് സമാധാനമുണ്ടായി എന്ന് ഹസനുൽ ബസരി റഹ്മഹുല്ല പറയുകയാണ്. ഇതാ ഇബ്നുൽ ജൗസി റഹ്മഹുല്ല ഒരു സംഭവം പറയുന്നുണ്ട് തൻ്റെ സിഫത്ത് സഫ്വ എന്ന ഗ്രന്ഥത്തിൽ. അദ്ദേഹം പറയുകയാണ്, ഒരു മനുഷ്യനൊരു പക്ഷിയെ കണ്ടു. അത് എല്ലാ ദിവസവും ഒരു കഷ്ണം മാംസം കൊണ്ടുവന്ന് ഒരു ഈന്തപ്പനയുടെ മുകളിൽ വയ്ക്കുകയും പിന്നീട് അത് പോവുകയും ചെയ്യും. ആ പക്ഷിയെ കണ്ട് മനുഷ്യൻ അത്ഭുതപ്പെട്ടു. പക്ഷികൾ ഈന്തപ്പനകളിൽ കൂടുകൂട്ടാറില്ല. അങ്ങനെ കൂടുകൂട്ടാത്തതിനാൽ ഈ മനുഷ്യൻ ഈന്തപ്പനയിൽ കയറി. അപ്പോഴാണ് ഈന്തപ്പനയുടെ മുകളിൽ ഒരു കണ്ണ് കാണാത്ത കുരുടനായ പാമ്പിനെ ആ മനുഷ്യൻ കാണുന്നത്. ഈ പക്ഷി മാംസം കൊണ്ടുവരുന്നു. അത് ആ പാമ്പിൻ്റെ അടുത്തെത്തുമ്പോൾ അതൊരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. അപ്പോഴേക്കും ആ അന്ധനായ കുരുടനായ ആ പാമ്പ് വാ തുറക്കുന്നു. അങ്ങനെ അതിൻ്റെ വായിലേക്ക് ആ മാംസം ഇട്ടിട്ട് ആ പക്ഷി പറന്നു പോകുന്നു. സുബ്ഹാനല്ലാഹ്, അത് ആലോചിച്ച് നോക്കൂ. ഇത് അല്ലാഹു തആല ഏർപ്പെടുത്തിയ സംവിധാനമാണ്. പടച്ചവൻ പറഞ്ഞെത്ര സത്യമാണ്. സൂറത്ത് അൻകബൂത്തിലെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും. എത്രയോ ജീവികളാണ് അവയുടെ ആഹാരം അവ സ്വയം വഹിക്കാതായുള്ളത്, അവയല്ലതുണ്ടാക്കുന്നത്. അവക്കും നിങ്ങൾക്കും അല്ലാഹു ആഹാരം നൽകുന്നു. അവരെല്ലാം കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. അതെ, ഇതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹ്മഹുല്ല പാടിയത്, അലൈക ബിതഖ്വല്ലാഹി ഇൻ കുന്ത ഗാഫില യഅതീക ബിൽ അർസാഖി മിൻ ഹൈസു ലാ തദ്രി ഫകൈഫ തഖാഫുൽ ഫഖറ വല്ലാഹു റാസിഖുൻ വഖദ് റസഖ الطير والحوت في البحر ومن ظن أن الرزق يأتي بقوة ما أكل العصفور شيئا مع النسر. ഇതാ വളരെ എത്ര അർത്ഥവത്തായ കവിതയാണ് ഇമാം ഷാഫി റഹ്മഹുല്ല പറഞ്ഞത്. നമ്മൾ നോക്കുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അലൈക ബിതഖ്വല്ലാ ഇൻ കുന്ത ഗാഫില, നീ അശ്രദ്ധനാണെങ്കിൽ നീ പടച്ചവനെ സൂക്ഷിച്ചോളൂ. യഅതീക ബിൽ അർസാഖി മിൻ ഹൈസു ലാ തദ്രി, തഖ്വയുടെ ഫലം എന്താണ്? നീ അറിയാത്ത രൂപത്തിൽ നിനക്ക് റിസ്ക് നിന്നിലേക്ക് വന്നെത്തുന്നതാണ്. ഫകൈഫ തഖാഫുൽ ഫഖറ വല്ലാഹു റാസിഖുൻ, അല്ലാഹു റാസിഖായിരിക്കെ, പടച്ചവനാണ് അന്നദാതാവായിരിക്കെ നീ എന്തിനാണ് ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നത്? വഖദ് റസഖ الطير والحوت في البحر, ആ പടച്ചവൻ പക്ഷിക്കും സമുദ്രത്തിലെ മത്സ്യത്തിനും ഭക്ഷണം കൊടുക്കുന്നവനാണ്. അവനാണ് അല്ലാഹു. വമൻ ളന്ന അന്ന റിസ്ഖ യഅതി ബിഖുവത്തിൻ, ശക്തി കൊണ്ടാണ് റിസ്ക് ഒരാൾക്ക് വരുന്നത് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ മാ അക്കലൽ ഉസ്ഫൂറു ശൈഅൻ മിനൻ നസ്രി, പരുന്തുകളോടൊപ്പം പൈങ്കിളികൾ ആഹാരം കഴിക്കില്ലായിരുന്നു. അവ രണ്ടും ഒന്നിച്ച് ആഹാരം കഴിക്കുന്നുണ്ടല്ലോ. അതെ, റിസ്ക് പടച്ചവൻ്റെ കയ്യിലാണ്. റിസ്ക് അല്ലാഹുവാണ് നൽകുന്നത്. റാസിഖ് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യൻ്റെയും വിഷയത്തിൽ അവൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ അവനുണ്ടാകുന്ന സമയത്ത് തന്നെ അവൻ്റെ വിഷയങ്ങളെല്ലാം, അവൻ്റെ റിസ്ക്കും അവൻ്റെ ആയുസ്സും അവൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് റിസ്ക്കിന് ലഭിക്കാനുള്ള താക്കോലുകൾ എന്തൊക്കെയാണ് എന്നാണ്. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയാം. ഒന്ന് ഇസ്തിഗ്ഫാറാണ്. അല്ലാഹു തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞത്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും
ലക്കും അൻഹാറ. സൂറത്ത് നൂഹിലെ 10 മുതൽ 12 വരെയുള്ള ആയത്ത്. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, നിശ്ചയമായും അവൻ വളരെ പൊറുക്കുന്നവനാണ്. എന്നാൽ നിങ്ങൾക്ക് അവൻ ആകാശത്തെ അഥവാ മഴയെ സമൃദ്ധമായി അയച്ചു തരും. സ്വത്തുക്കളും മക്കളും കൊണ്ട് നിങ്ങളെ അവൻ പരിപോഷിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്ക് അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യും എന്ന് പടച്ചതമ്പുരാൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞ കാര്യം എടുത്തു പറയുന്നുണ്ട്. ഇതാ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി അല്ലാഹു തആല പറയുന്നു, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും. സൂറത്ത് ഹൂദിലെ 52-ാമത്തെ ആയത്തിൽ പടച്ചതമ്പുരാൻ പറയുന്നു, എൻ്റെ ജനങ്ങളെ, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് പറയുകയാണ്, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, പിന്നെ അവങ്കലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവൻ നിങ്ങൾക്ക് ആകാശത്തെ അഥവാ മഴയെ സമൃദ്ധമായി അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ ശക്തിയിലേക്ക് കൂടുതൽ ശക്തി അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. നിങ്ങളുടെ സമയങ്ങളിൽ, രാപ്പകലുകളിലുള്ള നിങ്ങളുടെ സമയങ്ങളിൽ നമ്മൾ ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് നിറക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഇസ്തിഗ്ഫാറുകൾ ചെയ്യുന്നയാളായിരുന്നു. അവിടെ നിന്നാകട്ടെ കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകനാണ് താനും. രണ്ടാമത്തത് പ്രാർത്ഥനയാണ്. രണ്ടാമത് റിസ്ക് ലഭിക്കാനുള്ള ഒരു വഴി, അതിലേക്കുള്ള താക്കോൽ പ്രാർത്ഥനയാണ്. അല്ലാഹു തആല പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, നബിയേ, എൻ്റെ അടിയാന്മാർ എന്നെപ്പറ്റി അങ്ങയോട് ചോദിച്ചാൽ നിശ്ചയമായും ഞാൻ സമീപസ്ഥനാകുന്നു എന്ന് പറയുക. എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നതാണ്. എന്നാൽ അവർ എനിക്ക് എൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യുകയും എൻ്റെ അവർ വിശ്വസിക്കുകയും ചെയ്തു കൊള്ളട്ടെ, അവർ നേർവഴി പ്രാപിച്ചേക്കുന്നതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ റബ്ബിനോട് തൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ ചോദിക്കുവാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദുആ ചെയ്യുക, അല്ലാഹുവിനോട് ചോദിക്കുക, അല്ലാഹുവിനോട് തേടുക. അതേതുവരെ? നമ്മളുടെ കടം വീട്ടാൻ വരെ എന്ന് നമുക്ക് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. ആ കടം വീട്ടിൻ്റെ വിഷയത്തിൽ പോലും പ്രാർത്ഥനകൾ മറന്നു പോകേണ്ടതില്ല. ഇതാ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. തൻ്റെ യജമാനനോട് അടിമമോചനത്തിൻ്റെ വിഷയത്തിൽ കരാർ എഴുതിയ മനുഷ്യനാണത്. സമ്പത്ത് കൊടുത്തുകൊണ്ട് താൻ മോചിതനായിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി ചെയ്ത മനുഷ്യൻ. ആ മനുഷ്യൻ വന്നുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇന്നി ഖദ് അജസ്തു അൻ മുകാതബതി ഫഅന്നി. ഇതാ ഞാൻ എൻ്റെ യജമാനുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് അടിമമോചനത്തിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ട് എന്നെ സഹായിക്കുക, എനിക്കതിന് സാധിക്കില്ല, ഞാൻ ദുർബലനാണ്, എനിക്ക് സാധിക്കുന്നില്ല. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, അലാ ഉഅല്ലിമുക കലിമാത്തിൻ അല്ലമനീഹിൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൗ കാന അലൈക മിസ്ലു ജബലി സീരിൻ ദൈനൻ അദാഹുല്ലാഹു അങ്ക. ഞാൻ നിനക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില വാക്കുകൾ പഠിപ്പിച്ചു തരട്ടെയോ? നിനക്ക് ജബലു സീർ എന്ന് പറഞ്ഞാൽ അത് ത്വയ്യ് രാജ്യത്തെ പർവ്വതമാണെന്നും അതല്ല യമനിലെ പർവ്വതമാണെന്നും പറയപ്പെടുന്നു. ആ പർവ്വതത്തോളം കടമുണ്ടെങ്കിലും അല്ലാഹു തആല അത് വീട്ടിത്തരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്ന ഇതാണ്, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫളലിക അമ്മൻ സിവാക്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസ് ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ ഹസനാണ് എന്ന് അംഗീകരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ വേറെയും ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക,
അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമുക്ക് റിസ്ക് ലഭിക്കാൻ അതൊരു വഴിയാണ്, മാർഗമാണ്, ഒരു താക്കോലാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് തഖ്വയാണ്. അള്ളാഹുവിൻ്റെ ഭക്തിയോടുകൂടെ ഭയഭക്തിയോടുകൂടി ജീവിക്കുക. അള്ളാഹു തആല പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. സൂറത്ത് തലാഖിലെ 2-3 ആയത്തുകൾ. ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവനൊരു പോംവഴി ഏർപ്പെടുത്തി കൊടുക്കും, ഒരു മാർഗം കാണിച്ചു കൊടുക്കും. മാത്രമല്ല അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ് എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞു. വീണ്ടും അല്ലാഹു തആല സൂറത്ത് അഅറാഫിലെ 96 പറയുകയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. ആ രാജ്യക്കാർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നാം അവർക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ബർക്കത്തുകൾ, അനുഗ്രഹാഭിവൃദ്ധികൾ തുറന്നു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നുവെങ്കിലും അവർ വ്യാജമാക്കുകയാണ് ചെയ്തത്. അതിനാൽ അവർ പ്രവർത്തിച്ച് സമ്പാദിച്ചിരുന്ന നിമിത്തം നാം അവരെ പിടികൂടി ശിക്ഷിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൽ തവക്കുലാക്കുക, അള്ളാഹുവിനോട് തഖ്വയുള്ള ഭക്തിയുള്ളവരായി മാറുക. അതാണ് ഖുർആൻ പറഞ്ഞത്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ. അവർ വിശ്വസിക്കുകയും തഖ്വയുള്ളവരാവുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് നാം ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്തുകൾ ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു, തുറന്നു കൊടുക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ തഖ്വ നമുക്ക് റിസ്ക് ലഭിക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് അത്തവക്കുൽ അലല്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കലാണ്. നമ്മുടെ ഹൃദയം പടച്ചവൻ ഉറപ്പിക്കുക, അവലംബമാക്കുക, എന്നിട്ട് അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുക. അതിനുള്ള കാരണങ്ങൾ നമ്മൾ തേടുകയും ചെയ്യുക. അള്ളാഹു തആല പറഞ്ഞു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ അവനത് മതിയാകുന്നതാണ്. സൂറത്ത് തലാഖിലെ 3-ാമത്തെ ആയത്തിൽ വീണ്ടും അല്ലാഹു തആല പറഞ്ഞു, വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വകീല. നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക, പടച്ചവനിൽ ഭരമേൽപ്പിക്കുക, അവനാണ് ഭരമേൽപ്പിക്കുവാൻ മതിയായവനായിട്ടുള്ളവൻ എന്ന് ഖുർആൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നകും കുന്തും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖ്തും കമാ യർസുഖുത് തയ്ർ തഗ്ദു ഖിമാസാ വതറൂഹു ബിതാന. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ വിഷയം, അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിനോട് യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കിയിരുന്നുവെങ്കിൽ ഹഖ്ക തവക്കുലിഹി, തവക്കുലാക്കേണ്ട മുറപ്രകാരം നിങ്ങൾ തവക്കുലാക്കുമെങ്കിൽ നിങ്ങൾക്ക് അവൻ റിസ്ക് നൽകുന്നതാണ്. ഏതുപോലെ? പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെ. അവർ പ്രഭാതത്തിൽ കൂടുവിട്ട് പുറത്തേക്ക് പോകുന്നത് വയറൊട്ടിയവരായിട്ടാണ്, വൈകിട്ട് തിരിച്ച് കൂട്ടിലേക്ക് മടങ്ങി വരുന്നത് വയറ് നിറഞ്ഞവരായിട്ടാണ്. അവർക്ക് റിസ്ക് കൊടുത്തതാരാണ്? അല്ലാഹുവാൻ. ആ പടച്ചവൻ നിങ്ങൾക്കും റിസ്ക് നൽകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് റബ്ബിൽ തവക്കുൽ ചെയ്യുക. തവക്കുലാക്കുന്ന ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട്, അവർ ഹലാലുകൾ മാത്രമാണ് ഭക്ഷിക്കുക, ഹറാമുകൾ ഭക്ഷിക്കില്ല. ഹറാമുകൾ ഭക്ഷിക്കുന്ന ആളുകളുടെ വിഷയത്തിൽ അള്ളാഹു ഒഴിവാകുന്നു എന്നുകൂടി മനസ്സിലാക്കുക. അതിനാൽ നമ്മൾ ആ കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കുക. മറ്റൊന്ന്, ഹജ്ജ് ഉംറയും തുടർന്ന് ചെയ്യുക എന്നത് റിസ്ക് ലഭിക്കാനുള്ളൊരു കാരണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ فإنهما ينفيان الفقر والذنوب كما ينفي الكير خبث الحديد والذهب والفضة. സ്വഹീഹ് നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നിങ്ങൾ ഹജ്ജും ഉംറയും തുടർന്നുകൊണ്ട് ചെയ്യുക, നിങ്ങൾ ഹജ്ജും ഉംറയും തുടർന്നുകൊണ്ട് ചെയ്യുക. തീർച്ചയായിട്ടും അത് രണ്ടും ദാരിദ്ര്യത്തെയും പാപങ്ങളെയും നീക്കിക്കളയുന്നതാകുന്നു. ഏതുപോലെ? ഇരുമ്പിൻ്റെ കീടങ്ങൾ, വെള്ളി, അതുപോലെ സ്വർണം, ഇതൊക്കെ ഇരുമ്പിൻ്റെ കീടങ്ങൾ നീങ്ങിപ്പോകുന്നത് പോലെ, ഇരുമ്പിൽ നിന്ന്, വെള്ളിയിൽ നിന്ന് സ്വർണത്തെ അഴുക്കുകൾ നീക്കം ചെയ്യുന്നത് പോലെ ഇവ രണ്ടും, ഈ ഹജ്ജും ഉംറയും നിങ്ങൾ തുടർന്ന് ചെയ്താൽ അത് രണ്ടും നിങ്ങളുടെ ദാരിദ്ര്യത്തെയും നിങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊന്ന്,
റിസ്ക് ലഭിക്കാനുള്ള മറ്റൊരു മാർഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക. അൽ-ഇൻഫാഖു ഫീ സബീലില്ലാഹ്. അള്ളാഹു തആല പറഞ്ഞു, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. സൂറത്ത് സബയിലെ 39-ാമത്തെ ആയത്തിൽ പടച്ചതമ്പുരാൻ പറയുന്നു, നിങ്ങൾ ഏതൊരു വസ്തു ചിലവഴിക്കുന്നതായാലും അവൻ നിങ്ങൾക്കതിന് പകരം തരുന്നതാണ്. ഹദീസിൽ കാണാം, 2 മലക്കുകൾ പ്രഭാതത്തിൽ ഇറങ്ങി വരും. എന്നിട്ട് അവർ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുംസികൻ ഖലഫ. ഒരാളുടെ ദുആ അങ്ങനെയാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവേ ചിലവഴിക്കുന്നവന് നീ കൊടുക്കണേ എന്നാണ്. ചിലവഴിക്കുന്നവന് നീ കൊടുക്കണേ എന്ന മലക്കിൻ്റെ പ്രാർത്ഥനയുണ്ടാകുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസ സദഖത്തും മിൻ മാൽ, മാ നഖസത് സദഖത്തും മിൻ മാൽ. ഇതാ ധർമ്മം കൊടുത്താൽ ധർമ്മം സമ്പത്തിൽ ചുരുക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു. മറ്റൊരു മാർഗം, നമുക്ക് റിസ്ക് ലഭിക്കാനുള്ള മറ്റൊരു മാർഗം എന്താണ്? സിലത്തുർ റഹം, കുടുംബ ബന്ധം ചേർക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. ആരെങ്കിലും തൻ്റെ റിസ്ക് വിശാലമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തൻ്റെ ആയുസ് ദീർഘിച്ച് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊന്ന്, റിസ്ക് ലഭിക്കാനുള്ള മറ്റൊരു വഴി അസ്സിദ്ഖ് വൽ ബയാൻ ഫി ജമീഇൽ മുആമലാത്ത്. എല്ലാ ഇടപാടുകളിലും സത്യസന്ധതയും വ്യക്തതയും വരുത്തുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കച്ചവടം ചെയ്യുന്ന 2 ആളുകൾ അവർ പരസ്പരം വേർപിരിയുന്നത് വരേക്കും അവർക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്, വേണോ വേണ്ടേ, ഉറപ്പിക്കണോ വേണ്ടേ എന്ന വിഷയത്തിൽ. ഇനി അവർ സത്യസന്ധരായാൽ, 2 പേരും സത്യം പുലർത്തിയാൽ, കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്താൽ അവരുടെ കച്ചവടത്തെ അനുഗ്രഹം ചൊരിയപ്പെടും. ഇനി അവർ കള്ളം പറയുകയും അതിൻ്റെ ന്യൂനതകളൊക്കെ മറച്ചു വെക്കുകയും ചെയ്താലോ അതിൻ്റെ ആ കച്ചവടത്തിൽ ബർക്കത്ത് നീങ്ങിപ്പോവുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മറ്റൊന്ന്, ദുർബല വിഭാഗത്തിന് നന്മ ചെയ്യലാണ് നമുക്ക് റിസ്ക് ലഭിക്കാനുള്ള മറ്റൊരു മാർഗമെന്ന് മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിളുഅഫായിക്കും. നിങ്ങൾ സഹായിക്കപ്പെടുന്നതും നിങ്ങൾക്ക് റിസ്ക് ലഭിക്കപ്പെടുന്നതും നിങ്ങളുടെ ദുർബലന്മാരുള്ളത് കൊണ്ടല്ലേ? അങ്ങനെയാണല്ലോ ലഭിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ദുർബല വിഭാഗത്തോട്, സമൂഹത്തിലെ ദുർബല വിഭാഗത്തോട് ഔദാര്യം കാണിക്കുകയും അവർക്ക് നന്മകൾ ചെയ്യുകയും ചെയ്താൽ നമുക്ക് അല്ലാഹു തആല റിസ്ക് നൽകുമെന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുക, നേർക്കുനേരെ നിലകൊള്ളുക എന്നതാണ്. അള്ളാഹു പറയുന്നു, വലൗ അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിൻ റബ്ബിഹിം ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം. സൂറത്ത് മാഇദ 66-ാമത്തെ ആയത്തിൽ തൗറാത്തും ഇൻജീലും അവരുടെ റബ്ബിങ്കിൽ നിന്ന് അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതും അവർ നിലനിർത്തിയിരുന്നുവെങ്കിൽ അവരുടെ മുകൾ ഭാഗത്തു നിന്നും അവരുടെ കാലുകളുടെ താഴ്ഭാഗത്തു നിന്നും അവർ തിന്നുക, അഥവാ അവർക്ക് ആഹാരം ലഭിക്കുക തന്നെ ചെയ്യുമായിരുന്നുവെന്നാണ് അല്ലാഹു തആല വ്യക്തമാക്കിയത്. വീണ്ടും അല്ലാഹു പറഞ്ഞു, വഅല്ലവിസ്തഖാമു അല തരീഖതി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖാ. സൂറത്ത് ജിന്നിലെ 16-ാമത്തെ ആയത്ത്. ആ മാർഗത്തിൽ അവർ ഉറച്ചു നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് ധാരാളമായി വെള്ളം കുടിപ്പിക്കാൻ കൊടുക്കുന്നതാണ് എന്നും എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക എന്ന് അല്ലാഹു തആല അറിയിക്കുകയാണ്. മാത്രമല്ല, തൻ്റെ സ്വന്തക്കാരോട് നമസ്കരിക്കാൻ കൽപ്പിക്കുകയും അതിനായി നിലകൊള്ളുകയും ചെയ്യുക എന്ന് അല്ലാഹു കൽപ്പിക്കുന്നുണ്ടല്ലോ. അതായത് ഇസ്തിഖാമത്ത്, നേർക്കുനേരെ നിലകൊള്ളുക. അല്ലാഹു പറയുന്നു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. നിന്റെ സ്വന്തക്കാരോട് നമസ്കരിക്കാൻ കൽപ്പിക്കുകയും അതിനായി നീ സഹനം അവലംബിക്കുകയും ചെയ്തു കൊള്ളുക. നിന്നോട് ഉപജീവനം നാം ആവശ്യപ്പെടുന്നില്ല, നിനക്ക് നാം ഉപജീവനം നൽകുകയാണ് ചെയ്യുന്നത്. ശുഭപര്യവസാനം ഭയഭക്തിക്കാകുന്നുവെന്ന് അല്ലാഹു തആല പറഞ്ഞതായി സൂറത്ത് താഹ 132 നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേർക്കുനേരെ നിലകൊള്ളുക.
പാപങ്ങൾ പ്രവർത്തിക്കാതെ നന്മകൾ പ്രവർത്തിച്ച് ഈമാനോടുകൂടെ ഇസ്തിഖാമത്തോടുകൂടെ നിലകൊള്ളാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് റിസ്ക് വരും. അല്ലാഹു പറയുന്നു, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു വഖദിനാഹും. അങ്ങനെ യാതൊന്നിനെ കുറിച്ച് അവർ ഉത്ബോധിപ്പിക്കപ്പെട്ടുവോ അതവർ മറന്നു കളഞ്ഞപ്പോൾ അവർക്ക് എല്ലാ വസ്തുക്കളുടെയും വാതിലുകൾ നാം തുറന്നു കൊടുത്തു. അങ്ങനെ അവസാനം തങ്ങൾക്ക് നൽകപ്പെട്ടതിൽ അവർ ആഹ്ലാദം കൊണ്ടപ്പോൾ അവരെ നാം പെട്ടെന്ന് പിടിച്ച് ശിക്ഷിച്ചു കളഞ്ഞു. അപ്പോൾ അവർ അതാ നിരാശപ്പെട്ടവരായിത്തീർന്നു. അതായത് അള്ളാഹുവിൻ്റെ ദീനിൽ വിശ്വസിക്കുകയും എന്നിട്ട് ഇസ്തിഖാമത്തോടുകൂടി നിലക്കൊള്ളാതിരിക്കുകയും തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു ഇതാ അവർക്ക് സന്തോഷം നൽകി പിന്നെ അവരെ പെട്ടെന്ന് ശിക്ഷിക്കുന്നതാണ് എന്നാണ് ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളുടെ ദീനിൽ അള്ളാഹുവിൻ്റെ മതത്തിൽ അടിയുറച്ച് നിൽക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. നാം വിചാരിക്കാത്ത രൂപത്തിൽ നമുക്ക് റിസ്ക് വരുന്നതാണ്. ഇതാ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാളോട് ഒരു മനുഷ്യൻ ആവലാതി ബോധിപ്പിച്ചു. എന്താണ്? ഇതാ വിലകളുടെ വല്ലാതെ വിലകൾ ഉയർന്നിരിക്കുന്നു, കച്ചവട സാധനങ്ങൾക്ക് അവശ്യ വസ്തുക്കൾക്ക് വില ഉയർന്നിരിക്കുന്നു എന്ന പരാതി ബോധിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ ഉബാലി വല്ലാഹി മാ ഉബാലി ലൗ അന്ന ഹബ്ബത്ത ശഈരി ബിദീനാരിൻ അലയ്യ അൻ അഅ്ബുദുഹു കമാ അമറനി വഹുവ യർസുഖ്നി കമാ വഅദനി. ഇതാ എനിക്ക് അള്ളാഹുവാണ് സത്യം, എനിക്കതൊരു പ്രശ്നമല്ല. ഒരു ബാർലിയുടെ ഒരു മണിക്ക് ഒരു ദീനാറ് വില വന്നാലും ഞാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ അവനെ ആരാധിക്കും, അവൻ എന്നോട് കരാർ ചെയ്തതുപോലെ എനിക്ക് റിസ്ക് നൽകുകയും ചെയ്യും. ഇതാണ് ആ വിശ്വാസം. അതുകൊണ്ട് കൃത്യമായി നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, തവക്കുലാക്കുക, ഇസ്തിഖാമത്ത് നേർക്കുനേരെ നിലകൊള്ളുക, യഥാർത്ഥ വിശ്വാസിയാവുക, തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ റിസ്ക് ലഭിക്കാൻ കാരണമാകുന്ന സംഗതികളാണെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.